ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പസ്തോലന്മാരെ അയക്കുന്നു എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 62 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് കൊടുത്തതെന്ത്? ഉത്തരം: അധികാരവും ശക്തിയും. ചോദ്യം 2. യേശു 12 പേരെയും അയച്ചത് എന്തിന്? ഉത്തരം: രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി. ചോദ്യം 3. യാത്രയ്ക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കരുത് എന്നാണ് അവൻ അവരോട് പറഞ്ഞത്? ഉത്തരം: വടിയോ സഞ്ചിയോ അപ്പമോ പണമോ 2 ഉടുപ്പോ ഉണ്ടായിരിക്കരുതെന്ന്. ചോദ്യം 4. എവിടെ താമസിക്കണം എന്നാണ് അവൻ അവരോട് പറഞ്ഞത്? ഉത്തരം: ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ. ചോദ്യം 5. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഉത്തരം: അവർക്കെതിരെ സാക്ഷ്യത്തിനായി കാലിലെ പൊടി തട്ടിക്കളയണമെന്ന്. ചോദ്യം 6. അവർ പുറപ്പെട്ട് ചെയ്തതെന്ത്? ഉത്തരം: ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. ചോദ്യം 7. സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായത് ആര്? ഉത്തരം: ഹെറോദേസ് രാജാവ്. ചോദ്യം 8. ചിലർ പറഞ്ഞതെന്ത്? ഉത്തരം: യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 9. മറ്റു ചിലർ പറഞ്ഞതെന്ത്? ഉത്തരം: ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ചോദ്യം 10. വേറെ ചിലർ പറഞ്ഞതെന്ത്? ഉത്തരം: പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നുവെന്ന്. ചോദ്യം 11. ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു, പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞതാര്? ഉത്തരം: ഹെറോദേസ് രാജാവ്. ചോദ്യം 12. യേശു അപ്പസ്തോലന്മാരെ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: ബെത്സയിദ പട്ടണത്തിലേക്ക്. ചോദ്യം 13. അവൻ്റെ പിന്നാലെ ചെന്ന ജനത്തോട് അവൻ ചെയ്തതെന്ത്? ഉത്തരം: അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ചാനൽ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിക്കുവാൻ മറക്കല്ലേ. ചോദ്യം 14. പകൽ അസ്തമിച്ചപ്പോൾ 12 പേരും അവിടുത്തെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞതെന്ത്? ഉത്തരം: നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന്. ചോദ്യം 15. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് യേശു പ്രതിവചിച്ചപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: ഞങ്ങളുടെ പക്കൽ 2 അപ്പവും 5 മത്സ്യവും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. ചോദ്യം 16. പൂരിപ്പിക്കുക. അവിടെ ഏകദേശം ഡാഷ് പുരുഷന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം: 5000. ചോദ്യം 17. 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തിയപ്പോൾ യേശു എങ്ങനെയാണ് ആ അപ്പവും മീനും മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്? ഉത്തരം: സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി അവ ആശീർവദിച്ച് മുറിച്ചു. ചോദ്യം 18. ബാക്കി വന്ന കഷണങ്ങൾ അവർ എത്ര കുട്ട നിറയെ ആണ് ശേഖരിച്ചത്? ഉത്തരം: 12. ചോദ്യം 19. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയിർത്തിരിക്കുന്നുവെന്ന് പറയുന്നുവെന്നും പറഞ്ഞു. ചോദ്യം 20. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസ് പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണ്. ചോദ്യം 21. ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം: മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു.
ചോദ്യം 22. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ തന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: തന്നെത്തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ എന്ന്. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം ഉദ്ധരിക്കുക. ഉത്തരം: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെത്തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ചോദ്യം 24. എന്തിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യം കാണുന്നതിനു മുമ്പ്. ചോദ്യം 25. പീഡാനുഭവ പ്രവചനത്തിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് യേശു മലയിലേക്ക് പോയത്? ഉത്തരം: ഏകദേശം 8 ദിവസം കഴിഞ്ഞ്. ചോദ്യം 26. യേശു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കൂടെയുണ്ടായിരുന്നത് ആരെല്ലാം? ഉത്തരം: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ. ചോദ്യം 27. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനുണ്ടായ മാറ്റം എന്ത്? ഉത്തരം: മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. മോശയും ഏലിയായും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ മഹത്വത്തോടെ കാണപ്പെട്ടു. ചോദ്യം 28. എന്തിനെപ്പറ്റിയാണ് മോശയും ഏലിയായും യേശുവും സംസാരിച്ചത്? ഉത്തരം: അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ചോദ്യം 29. മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം: ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ചോദ്യം 30. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് അവരെ ആവരണം ചെയ്ത മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത്? ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ചോദ്യം 31. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചത് ആര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ ഒരുവൻ. ചോദ്യം 32. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞ് യേശു ശിഷ്യരോട് പറഞ്ഞ വചനം എന്ത്? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ചോദ്യം 33. തങ്ങളിൽ വലിയവൻ ആര് എന്ന് ശിഷ്യർ തർക്കിച്ചപ്പോൾ യേശു പറഞ്ഞതെന്ത്? ഉത്തരം: നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ചോദ്യം 34. അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് യേശു പറഞ്ഞത് ആരോട്, എപ്പോൾ? ഉത്തരം: യോഹന്നാനോട്. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ. ചോദ്യം 35. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കെ എവിടേക്ക് പോകാനാണ് യേശു തീരുമാനിച്ചത്? ഉത്തരം: ജെറൂസലേമിലേക്ക്. ചോദ്യം 36. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ആര്? ഉത്തരം: സമരിയാക്കാർ. ചോദ്യം 37. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഈ വാക്യം ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യാക്കോബും യോഹന്നാനും യേശുവിനോട്. ചോദ്യം 38. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന്. ചോദ്യം 39. യേശു വേറൊരുവനോട് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലഭിച്ച മറുപടി എന്ത്? ഉത്തരം: കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന്. ചോദ്യം 40. കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്നതിന് യേശു നൽകിയ മറുപടി എന്ത്? ഉത്തരം: മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക.
ചോദ്യം 41. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ മറ്റൊരുവനോട് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. യേശുവിൻ്റെ നാമത്തിൽ നന്ദി. നമസ്കാരം.